നമസ്കാരം, ബിനിക്കുട്ടനാണ്. അപ്പോൾ നമ്മൾ ഈ കാറും കൊണ്ടെല്ലാം മിക്ക വാഹനങ്ങളും കൊണ്ടിറങ്ങുന്ന ഡ്രൈവർമാർ വണ്ടിയും കൊണ്ട് ഓടി വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര ടെൻഷനും ഓട്ടോറിക്ഷക്കാരോട് ദേഷ്യമൊക്കെയാണ്. അവർ പറയുന്നത് സൈഡ് തരുന്നില്ല, ഓട്ടോറിക്ഷക്കാർ സൈഡ് എടുത്തില്ലെന്ന്. അപ്പോൾ ഈ ഇടുങ്ങിയ റോഡുകളിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, അങ്ങനെയുള്ള റോഡുകളില്ല, ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ, അങ്ങനെയുള്ള റോഡുകൾ, ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ അറിയാമല്ലോ, ആ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കൈ കൊടുത്ത് അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകും. ഒന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പം രോഗികളോ ഗർഭിണിയായിട്ടുള്ള ആൾക്കാരോ വയ്യാത്തവരൊക്കെ ആയിരിക്കാം, വണ്ടി ഓടിക്കുന്നതും പ്രായമായവരൊക്കെ ആയിരിക്കാം. അങ്ങനെ ചിന്തിച്ച് നോക്കുക. ഈ ബാക്കി വരുന്ന വണ്ടിക്കാർ സൈഡ് തരുന്നില്ല. എന്ത് സൈഡാണ് നിങ്ങൾക്ക് തരേണ്ടത്? നിങ്ങളൊരു ഓട്ടോറിക്ഷ ബാക്കി കൊണ്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ സൈഡ് തരും? എവിടെ സൈഡ് തരും? രണ്ട് വാഹനങ്ങൾ പോകാൻ മാത്രം വീതിയുള്ള റോഡിൽ നിങ്ങളുടെ എതിരെ വണ്ടി വരുന്നില്ല, ആ ഓട്ടോറിക്ഷ നിങ്ങൾ ഓട്ടോയ്ക്ക് ഇത് പോവുക, ഹോൺ അടിച്ച് ഓട്ടോയ്ക്ക് ഇത് പോവുക. ചുമ്മാതിട്ട് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്കാരെ എങ്ങോട്ട് ഒതുക്കും? അത് സ്വയമേ ഒന്ന് ചിന്തിക്കുക, ഒന്ന് വിലയിരുത്തുക. നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് ഇത് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എതിർഭാഗത്തൂടെ വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കയറി പോവുക. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ പോകുന്ന വണ്ടി ഇവിടെ മണ്ടയിൽ കൂടെ ഒന്നും നിങ്ങൾക്ക് പറന്നു പോകാൻ പറ്റത്തില്ല, ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ എതിർഭാഗത്ത് വരുന്ന, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപകടമൊന്നും ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ ഹോൺ അടിച്ച്, ആ ഓട്ടോറിക്ഷക്കാരനെ ഹോൺ അടിച്ച് ഞാൻ കയറി പോകാമെന്ന് സിഗ്നൽ കൊടുത്ത് കയറി പോവാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഓട്ടോറിക്ഷയുടെ ബാക്കി കിടന്ന് കണ്ടിന്യൂ ഹോൺ അടിച്ച് ആ ഡ്രൈവറെ ശല്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, ആരിത് ചെയ്യുക. അല്ലാതെ ആ ഓട്ടോറിക്ഷക്കാരൻ സൈഡ് സൈഡ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. എന്നിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് ആ ഓട്ടോറിക്ഷക്കാരന് ദോഷമായൊരു നോട്ടം സമ്മാനിക്കുക, അതൊക്കെ തെറ്റാണ്. നിങ്ങളുടെ വണ്ടിയുടെ പവർ എന്തായാലും ഓട്ടോറിക്ഷയ്ക്കില്ല. അപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് പോവുക. അല്ലാതെ ആ ഓട്ടോറിക്ഷയുടെ ബാക്കിയിട്ട് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷക്കാരെ എങ്ങോട്ട് ഒതുക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അവനെ ഒതുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒതുക്കേണ്ട ആവശ്യകത അവനില്ല. പിന്നെ ആംബുലൻസോ ഫയർഫോഴ്സൊക്കെയാണ് ശരിയാണ്, ഇച്ചിരി റോഡിൻ്റെ സൈഡും വിട്ട് ഇച്ചിരി ഇറക്കിയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ സൈഡ് കൊടുക്കും ഓട്ടോറിക്ഷക്കാർ. മിക്ക ഓട്ടോറിക്ഷക്കാർ അങ്ങനെ ചെയ്യും, ആംബുലൻസ് വന്നാലും ഫയർഫോഴ്സ് വന്നാലും, ഇല്ലേ? അല്ലാതെ ഇങ്ങനെ ഇട്ട് ഹോൺ അടിച്ച് ആ ഡ്രൈവർമാരെ വെറുപ്പിക്കുന്ന ഒരു കഥയില്ല. അതൊരു ഡ്രൈവർക്ക് ചേർന്ന് ഒരു മര്യാദയല്ലെന്ന് തന്നെ പറഞ്ഞു. ഒരു ഡ്രൈവർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർടേക്ക് ചെയ്തു. നിങ്ങൾ അർജൻറ്റാണ്, പോയേ പറ്റൂ. നിങ്ങൾ ആ ഓട്ടോറിക്ഷയുടെ പവർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയുടെ പവർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് പവർ കൂടുതലാണ്. അപ്പോൾ പവർ കൂടിയ വണ്ടിയാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്ത് ഓവർടേക്ക് കയറി പോവുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ശരിയല്ലേ?